ദൈവ തിരുനാമത്തിന് മഹത്വം. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയെ നിൻ മുൻപിൽ യാഗമാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയെ നിൻ മുൻപിൽ യാഗമായി, ഏഴയെ നിൻ മുൻപിൽ യാഗമായി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവകൃപയാൽ കൃപാനൗക യൂട്യൂബ് ചാനലിലൂടെ ജീവനുള്ളതും ജീവിപ്പിക്കുന്ന വഴി നടത്തുന്നു സൗഖ്യം സമാധാനം ശാന്തിയും തരുന്ന സർവശക്തനും കാരുണ്യവാനുമായ ജീവന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമ്മെ ശ്രദ്ധിക്കുന്നവരായ പൊന്നേശ്വരൻ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ബലവും ശക്തിയും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ദൈവത്തെ ഘോഷിക്കുവാൻ നമുക്ക് ഒരവസരം കൂടുന്ന ദൈവത്തിന് കൊടാനുകോടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം, അതെ, യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അനുസരണം വിട്ട് ദൈവം പറയുന്നത് കേട്ട് ലോകത്തെ ഭയന്ന, ദേശത്തെ ഭയന്ന, ദുഷ്ടന്മാരെ ഭയന്ന ഓടിയ യോനയെക്കുറിച്ച് അറിയാത്തവരാരുമില്ല. എങ്കിലും നമുക്കൊന്നുകൂടെ ആ വചനത്തിലൂടെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നമ്മുടെ 3 നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ആയതിനാൽ ഒന്ന് പരിശോധിച്ച് നമുക്ക് ചില വാക്യങ്ങൾ മാത്രം, ചില വചനങ്ങൾ മാത്രം വായിച്ച് ധ്യാനിച്ച് മുന്നോട്ടോടുവാൻ, അതെ, ദൈവാശ്രയത്തിൽ നമുക്ക് ജീവിച്ച് മുന്നേറിക്കൊണ്ട് സിയോനിൽ എത്തിച്ചേരും വരെയും ഈ മരുഭൂയാത്രയിൽ തളരാതെ പതറാതെ വീര്യത്തോടെ ബലത്തോടെ കരുത്തോടെ മുന്നേറുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇപ്രകാരം വായിക്കാം. 1-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം തൊട്ട് നമുക്കൊന്ന് വായിച്ചാൽ എത്ര മനോഹരമാണ്. ആ വരികളിൽ ഒന്ന് കടന്നുപോയാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം. പ്രാന്താലയമായ കേരളത്തെ ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞിരുന്ന സംബോധന ചെയ്തിരുന്ന ലോകം മുഴുവനും കേരളം ദൈവത്തിന്റെ നാടാണ്. കേരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കേരളം എത്ര അനുഗ്രഹമായിരുന്ന ഒരു കാലം. എന്നാൽ ഈ വചനം വായിച്ചപ്പോൾ ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല. ആയതുകൊണ്ടാണ് നമുക്ക് ഈ 3 നോമ്പിലേക്ക് കടക്കുമ്പോൾ അതിവേഗത്തിലൂടെ സഞ്ചരിക്കാം. ദൈവം അവിടെ പറയണം, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യോനയോട് പറഞ്ഞ കാര്യമാണ്. എന്താ പറഞ്ഞ്? നീ ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാൻ. പാവം യോന, പിന്നെ എങ്ങനെയാ പേടിച്ചു പോകാതിരിക്കണേ അല്ലേ? ജനത്തെ പേടിയുണ്ട്, ലോകത്തെ പേടിയുണ്ട്, സകലരെയും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഒളിച്ചോടിപ്പോയ യോനയെ ദൈവം എത്രമാത്രം കരുതുന്നു എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് വർണ്ണിക്കാതിരിക്കുന്നത്? അവൻ അവിടെ നിന്ന് ഒളിച്ചോടി, അതേ, കപ്പൽ മാറിക്കയറിയതെല്ലാം എല്ലാവർക്കും അറിയാം. തർശീസിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയുടെ സന്നിധിയിൽ നിന്ന്. എന്നാൽ യഹോവ വിട്ടുമാറിയിട്ടില്ല കേട്ടോ. അവൻ ദൈവത്തെ ഉള്ളിലും ഭയമുണ്ട്. അതാണല്ലോ
ഈ മനുഷ്യരെ പേടിച്ചിട്ടാണ് പാവം യോന അവിടെ നിന്ന് തർശീസിലേക്ക് കപ്പൽ കയറിയത്. എന്നാൽ പോയി സന്നിധിയിൽ നിന്ന് അവരോട് തർശീസിലേക്ക് പോയിക്കൊള്ളുവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഇതെന്താണ് ഇത്ര വേഗം കപ്പലിന് എന്ത് പറ്റി? എന്നാൽ അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഓരോരുത്തൻ താന്റെ ദേവനോട് നിലവിളിച്ചു. അയ്യോ, അവരുടെ നിലവിളി ഭയങ്കരമായിരുന്നു കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവർ നിലവിളിച്ചു കപ്പലിനെ ഭാരം കുറയ്ക്കേണ്ടതിന്. അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. അവർ സമുദ്രത്തിലേക്ക് അവരുടെ ചരക്കുകളെല്ലാം എറിഞ്ഞു കളഞ്ഞു. എല്ലാവർക്കും മനപ്പാടാണെങ്കിൽ ഒന്നും കൂടെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ആയതിനാൽ ഇവിടെ പറയാണ്, അവർ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അമിത്യായുടെ സൂതൻ കപ്പലിൽ അടിത്തട്ടിൽ ചെന്നുറങ്ങി. സുഖനിദ്രയാൽ അവൻ അങ്ങ് ഉറങ്ങി, ഒന്നും അറിയാതെ. എന്നാൽ കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. കപ്പൽ പ്രമാണി അവൻ ഉപദേശിക്കുകയാണ് തട്ടുണർത്തിയിട്ട്. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, യോനയ്ക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് താഴേട്ട് നോക്കി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 1-ാം അധ്യായം വളരെ സന്തോഷമാണ്. അതെ, യോനയുടെ വാക്കും എത്ര മനോഹരമാണ്. നീ എവിടുത്തുകാരനെന്ന് ചോദിച്ചപ്പോൾ, നീ ഏത് ജാതിക്കാരനാണെന്ന് ചോദിച്ചപ്പോൾ അതിനെ അവൻ അവരോട്, ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭുജിച്ചു വരുന്നു. ഹല്ലേലൂയ. ഈ യഹോവയെ ഭുജിച്ചു വരുന്ന യോന പറഞ്ഞ കാര്യമാണ് മനോഹരമായിട്ട്. അതെ, വളരെ തത്രപ്പെട്ട് ഒരു കഷ്ടപ്പെട്ട് വളരെയേറെ പ്രാർത്ഥിച്ചെങ്കിലും ഭയമുണ്ടായില്ല. എന്നാൽ യോനയ്ക്ക് ചീട്ട് വീട്ടിന കാര്യമെല്ലാം അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചവനോട് ചോദിക്കുമ്പോൾ യോന പറയുന്ന കാര്യമാണ്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. അവന് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഞാനാണ് ഇതിന്റെ കുറ്റക്കാരൻ. ഈ കപ്പൽ ആടി ഉലയുവാൻ, പെരുങ്കാറ്റ് വരുവാൻ കാരണക്കാരൻ ഞാനാണ് എന്ന് യോനയ്ക്ക് നല്ല ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്. എന്നാൽ അവൻ പറയും, എന്നെ കടലിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. സമ്മതിച്ചു കൊടുക്കുകയാണ് യോന. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെ വർണ്ണിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? എന്നാലോ ദൈവം അവനെ ദൃഷ്ടി വെച്ച് അവന്റെ മേൽ നോക്കിക്കൊണ്ട്, കർത്താവ് ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. ചിരിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട് പ്രിയമുള്ളവരെ. ആ കർത്താവ് ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് അവന്റെ ചലനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന കർത്താവ് മഹാമത്സ്യത്തെ ഒരുക്കി അവനെ അതിലേക്ക് കയറ്റുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, മത്സ്യത്തെ ഒരുക്കി അവൻ അതിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയാക്കി. അപ്പോൾ അവിടെ നിന്നു ആ ജനങ്ങളെല്ലാം, കപ്പലിലുണ്ടായിരുന്ന ജനതകളെല്ലാം ഭയപ്പെട്ടു, ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഓ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവർ യോനെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട്
വിട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. അതെ, ഈ ദിവസം 1-ാം ദിവസം നമുക്ക് ഇപ്രകാരം യോന മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് തത്രപ്പെട്ട് നടന്ന ഓടിക്കാണും, അയ്യം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, 1-ാം അധ്യായം അത് നമുക്ക് സവിസ്തരം ഹൃദയപൂർവ്വം ആ വരിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോന മത്സ്യത്തിന് സ്വസ്ഥത കൊടുത്തില്ല. അവന് എന്നാൽ മഹാമത്സ്യമാണത്. അതുകൊണ്ട് അവന് അതിലൂടെ ഓടാൻ കഴിയും, ചാടാൻ കഴിയും. അവന് വളരെ സന്തോഷമാണ്. വായിച്ചു നോക്കിക്കാൻ നമ്മുടെ പിതാക്കന്മാർ ഈ 3 നോമ്പൊക്കെ നമുക്ക് ക്രമീകരിച്ചെന്ന് പരിശുദ്ധ സത്യസഭ നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദാനങ്ങളെ തിരിച്ചറിയുവാൻ യോന അനുസരണക്കേട് കാണിച്ചത് മൂലം യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉള്ളിൽ രാവും പകലും കിടന്ന് അയ്യം വിളിക്കേണ്ടി വന്നു. എന്താണ് അയ്യം വിളിച്ചത്? ഞാനോ സ്തോത്രത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. അയ്യം വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞാൻ സ്തോത്രത്തോടെ, ഹല്ലേലൂയ, സ്തോത്രത്തോടെ അവൻ ദൈവത്തോട് വീണ്ടും ഉടമ്പടി ചെയ്തു. യോനയ്ക്ക് പരിപൂർണമായിട്ടറിയാം ഞാൻ ദൈവത്തിൻ്റെ കൈകളിലാണെന്ന്. നാം ഓരോരുത്തരും ഇങ്ങനെ ലോകം നമ്മെ എറിഞ്ഞിട്ടുണ്ടോ? ഭവനം, കൂടപ്പിറപ്പ്, കൂട്ടായ്മ, ചർച്ചക്കാര്, സമൂഹമധ്യേ എല്ലാം നാം എറിയപ്പെട്ടവരാണോ? അതെ, പെരുങ്കാറ്റുകൾ അഞ്ഞടിച്ചപ്പോൾ നാം ലോകത്തെ ഭയപ്പെട്ടവരല്ലേ? ദൈവത്തിന് വിരോധമായി പറഞ്ഞവർ, അതെ, അവർക്ക് വിരോധികളായി നേരെ ഓപ്പോസിറ്റ് പറയുമ്പോൾ നാം ഭയപ്പെട്ടിട്ടില്ലേ? എന്നാൽ പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിൽ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഈ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാം. ഞാൻ സ്തോത്രത്തോടെ യഹോവയ്ക്ക്, അതെ, നിനക്ക് യാഗമർപ്പിക്കും. തന്നെ യാഗമായി തീർന്ന സമയമാണ്. പൂർണ്ണമായി യാഗമർപ്പിച്ചു മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്ന് അയ്യം വിളിച്ച നിമിഷമാണ് നാം 1-ാം ദിവസം എന്ന് ഓർക്കുക. ഹല്ലേലൂയ. ആയതിനാൽ ഈ 1-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുമ്പോൾ ലോകം നിന്നെ നിഷേധിക്കട്ടെ, തള്ളട്ടെ, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന്റെ മൊഴികൾ കേൾക്കുക, ദൈവം അരുളെന്ന് ശ്രദ്ധിക്കുക, ദൈവത്തോട് ഒത്തുനടക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് മുന്നേറാം. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയാൽ ദൈവം നമ്മെ വഴി നടത്തും. ഒരുങ്ങാം. ഹല്ലേലൂയ.